1330 ബൊഹേമിയയിലെ ഒരു ചെറുപട്ടണമായ നെപ്പോമുക്കിലാണ് വിശുദ്ധ ജോൺ ജനിച്ചത്. തങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് വിശുദ്ധനെ ലഭിച്ചതെന്നാണ് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ വിശ്വസിച്ചിരുന്നത്. ജോൺ ജനിച്ച ഉടനെ തന്നെ മാരകമായ രോഗം മൂലം ജീവൻ അപകടത്തിലായി. എന്നാൽ പരിശുദ്ധ ദൈവമാതാവിന്റെ മധ്യസ്ഥതയിലുള്ള അവരുടെ ആത്മവിശ്വാസം വിശുദ്ധനെ ആരോഗ്യവാനാക്കി. ഇതിനോടുള്ള നന്ദി പ്രകാശമായി അവർ തങ്ങളുടെ മകനെ ദൈവസേവനത്തിന് സമർപ്പിച്ചു. മകന് മികച്ച വിദ്യാഭ്യാസം നൽകാനും ആ മാതാപിതാക്കൾ മറന്നില്ല. പ്രഭാതങ്ങളിൽ വിശുദ്ധൻ അടുത്തുള്ള ആശ്രമത്തിൽ പോയി ഒന്നിലധികം വിശുദ്ധ കുർബാനകളിൽ സംബന്ധിക്കുമായിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ വിശുദ്ധൻ ലാറ്റിൻ ഭാഷ പഠിക്കുവാനായി സ്റ്റാസെ എന്ന പട്ടണത്തിലേക്ക് പോയി. പ്രേഗിലെ സർവകലാശാലയിൽ ചേർന്ന് വിശുദ്ധൻ തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും സഭാ നിയമങ്ങളും പഠിച്ചു. മാത്രമല്ല, ദൈവശാസ്ത്രത്തിലും സഭാ നിയമങ്ങളിലും വിശുദ്ധൻ ഉന്നത ബിരുദവും കരസ്ഥമാക്കി. ചെറുപ്പത്തിൽ തന്നെ പുരോഹിതനാവുക എന്നത് വിശുദ്ധന്റെ ജീവിതാഭിലാഷമായിരുന്നു. തുടർന്ന് തന്റെ പഠനങ്ങളിൽ നിന്നും നഗരത്തിൽ നിന്നും പിൻവാങ്ങി പ്രാർത്ഥനയും ഉപവാസവുമായി 1 മാസത്തോളം ഏകാന്ത ജീവിതം നയിച്ചുകൊണ്ട് ജോൺ ആത്മീയ ജീവിതത്തിനായി തയ്യാറെടുത്തു. വിശുദ്ധന്റെ മെത്രാൻ തന്നെ വിശുദ്ധന് പുരോഹിത പട്ടം നൽകുകയും അവർ ലേഡി ഓഫ് ടെയിൻ ഇടവകയുടെ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു. അധികം താമസിയാതെ മുഴുവൻ നഗരവും വിശുദ്ധനെ കേൾക്കുവാനായി തടിച്ചുകൂടി. വിശുദ്ധന്റെ പ്രഭാഷണങ്ങൾ കേൾക്കുവാനായി ആയിരങ്ങൾ അദ്ദേഹത്തിന്റെ ഇടവകയിലേക്ക് വരാൻ തുടങ്ങി. 1378 ചാൾസ് 4 ചക്രവർത്തി പ്രേഗിൽ വെച്ച് മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ മകനായ വെൻസെസ്ലാവൂസ് തന്റെ പിതാവിന്റെ മരണത്തെ തുടർന്ന് അധികാരത്തിലെത്തി. ചക്രവർത്തിയാകുമ്പോൾ വെറും 16 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്നവർ വെൻസെസ്ലാവൂസ് അധികാരത്തിനും മുഖസ്തുതിയിലും മയങ്ങി ദുർവൃത്തിപരമായ ജീവിതത്തിൽ ഏർപ്പെടാൻ തുടങ്ങി. ചക്രവർത്തിനിയും ഭക്തയുമായിരുന്ന ജെയിനിന്റെ ആത്മീയ ഉപദേശകനും കൂടിയായിരുന്നു വിശുദ്ധൻ. ചക്രവർത്തി അവളെ സ്നേഹിച്ചിരുന്നുവെങ്കിലും എളുപ്പം മനസ്സ് മാറുന്നവനായിരുന്നു. അതിനാൽ തന്നെ ആ രാജകുമാരിക്ക് നിരവധിയായ സഹനങ്ങൾ സഹിക്കേണ്ടതായി വന്നു. എന്നാൽ അവൾ വിശുദ്ധനെ അവളുടെ ആത്മീയ നേതാവായി സ്വീകരിച്ചതോടെ വിശുദ്ധന്റെ ഉപദേശങ്ങൾ മൂലം അവൾ തന്റെ സഹനങ്ങളെ ക്ഷമാപൂർവം സഹിക്കുവാൻ പരിശീലിച്ചു. ഒരിക്കൽ ചക്രവർത്തി തന്റെ കൊട്ടാരത്തിന്റെ ജാലകത്തിലൂടെ നോക്കിയപ്പോൾ പ്രേഗിലെ തെരുവിലൂടെ നടന്നു പോകുന്ന വിശുദ്ധനെ കണ്ടു. ഉടൻ തന്നെ വിശുദ്ധനെ കൂട്ടിക്കൊണ്ടുവരുവാൻ ആളെ അയച്ചു. ഒന്നല്ലെങ്കിൽ ചക്രവർത്തിനിയുടെ കുമ്പസാര രഹസ്യം തന്നോട് വെളിപ്പെടുത്തുക, അല്ലെങ്കിൽ മരിക്കുവാൻ തയ്യാറായിക്കൊള്ളുവാൻ പറഞ്ഞു. എന്നാൽ താൻ മരിക്കുവാൻ തയ്യാറായതായി വിശുദ്ധൻ അറിയിച്ചു. തുടർന്ന് ചക്രവർത്തി വിശുദ്ധന്റെ കൈകാലുകൾ ബന്ധിച്ച് മുൾഡ നദിയിൽ എറിയുവാൻ ഉത്തരവിട്ടു. 1383 മെയ് 16 ഇത് സംഭവിച്ചത്.